നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മുറിവിന്റെ ആഴം എത്ര വലുതാണെന്ന് അറിയില്ല. എത്രയും വേഗം നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. അയ്യോ വേണ്ട, ഇവിടെ ആരും ഒന്നും അറിഞ്ഞിട്ടില്ല. വിളിച്ചുണർത്തി ആരെയും അറിയിക്കാതിരിക്കുന്നതാ നല്ലത്. ഞാൻ അങ്ങ് പോയിക്കോളാം. എന്താ ഇത്, പോകാനോ? അവിടെ ഇരിക്കും. ചോര തുടച്ചാലേ മുറിവിന്റെ ആഴം അറിയാൻ പറ്റൂ. മുറിവിൽ അമർത്തി പിടിച്ചോ, ഞാൻ ഡ്രസ് ചെയ്ത് തരാം. നല്ല നീറ്റിലും പുകച്ചിലുണ്ടാവും. ഞാൻ കാരണം ലച്ചൻ ഇങ്ങനെ ഒരു ആപത്ത് വന്നല്ലോ. നല്ല സമയത്താ പുറത്തു വരാൻ തോന്നിയത്. ഞാൻ അങ്ങനെ കരുതുന്ന. ലച്ചൻ ഒച്ച ഉണ്ടാക്കിയ പോരെ, എന്തിനാ അയാൾ തടയാൻ പോയത്? അയാൾ വാതിൽ കുത്തി തുറക്കാൻ നോക്കുമ്പോ നോക്കിയിരിക്കാൻ പറ്റുമോ? അയാളുടെ ഏറ്റുമുട്ടാനുള്ള ശക്തിയൊന്നുമില്ലെങ്കിലും കണ്ടു നിൽക്കാൻ എനിക്ക് പറ്റിയില്ല. ഭാഗ്യം, രക്തം നിന്നിട്ടുണ്ട്. വലിയ ആഴത്തിലുള്ള മുറിവല്ല. ഭാഗ്യത്തിന് കത്തി വരഞ്ഞാ പോയത്. എന്നെ കൊല്ലാനൊന്നും കഴിയില്ലെന്ന് ഒരു വട്ടം കൂടി തെളിഞ്ഞു. സഞ്ജുവിനെയും സ്വാതിയെയും ലക്ഷ്യം വെച്ച് തന്നെയാ അവര് വന്നത്. നമ്മളെ പുറത്തു കണ്ടപ്പോ ഒരു കൂട്ടർ നമ്മുടെ നേരെ തിരിഞ്ഞതാ. സഞ്ജുവിനും സ്വാതിക്കും തുണയായത് അതിലാ. നന്ദി പറയേണ്ടത് ഡോക്ടറോടാ. ഇങ്ങോട്ട് വരാൻ തോന്നിയില്ലെങ്കിൽ എന്താകുമായിരുന്നു? എന്താകാനാ, സഞ്ജുവിന്റെയും സ്വാതിയുടെയും കാവൽമാലാഖ ഇവിടെ ഉള്ളപ്പോ ഒന്നും സംഭവിക്കില്ല. അല്ല, അതിരിക്കട്ടെ, എന്തിനാ എന്നോട് ഗാർഡനിലേക്ക് രാത്രി വരാൻ പറഞ്ഞത്? ഇപ്പോ അത് പറയാനുള്ള സന്ദർഭവും സാഹചര്യമല്ല. ലച്ചു റൂമിലേക്ക് വെക്കുള്ളൂ. അവര് ദക്ഷ അയച്ച ആൾക്കാരായിരിക്കുമല്ലേ? ഇന്ന് ശാന്തിമുഹൂർത്താണെന്നുള്ള കാര്യം ദക്ഷ എങ്ങനെ അറിഞ്ഞു? അതറിയിക്കാൻ ഇവിടെ തന്നെ ആളുണ്ടല്ലോ. ഒരു കാര്യം എനിക്ക് ഉറപ്പായി, ഈ വീട്ടിൽ പലരുടെയും ജീവൻ ഏതു നിമിഷവും പൊലിഞ്ഞു പോവാം. ഒന്ന് നിന്നേ. രക്തം വീണ്ടും ഒഴുകിയ എന്നെ വിളിക്കാതിരിക്കരുത്. ഞാനിന്ന് ഉറങ്ങില്ല. ഇതെന്റെ ഹൃദയത്തിൽ വീണ മുറിവ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.